ദോഷകരമായിട്ടുള്ള ഒരു ദിനമാണ്. പൂരകതിരില്ലാത്ത നവകേരളത്തിനായി നമ്മൾ ഒരുമിച്ചൊരു യാത്രയിലാണ്. ഇന്ന് പട്ടയം വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 4,56,650 പരം പട്ടയങ്ങളാണ് നൽകപ്പെടുന്നത്. ഇന്ന് നൽകപ്പെടുന്ന പട്ടയങ്ങൾ മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ 1-2 മാസക്കാലത്തിനിടയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നതും കൂടി പരിഗണിക്കുമ്പോൾ 5 ലക്ഷം പട്ടയങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. 5 ലക്ഷം പേർക്ക് കേരളത്തിൽ ഈ കാലയളവിൽ സ്വന്തമായി ഭൂമിയുടെ ഉടമകളാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയങ്ങളോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷകരം എന്നല്ലാതെ എന്തു പറയാൻ നമുക്ക് കഴിയും? എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഈ പ്രഖ്യാപിത ലക്ഷ്യമാണ് നമ്മൾ കൈവരിക്കുന്നത്. അതിൽ 5 ലക്ഷം പേരെ നമുക്ക് ഇതിനോടകം തന്നെ പട്ടയത്തിന് അർഹതയുള്ളവരാക്കി നിലവിൽ പട്ടയം ഇല്ലാതിരുന്നവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എങ്കിൽ ശേഷിച്ച മുഴുവൻ ആൾക്കാർക്കും പട്ടയം ലഭിക്കുന്നതിനുള്ള നിയമപരമായ സാധ്യതകൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടേറെ നിയമക്കുരുക്കളും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടായിരുന്നൊരു ജില്ലയാണ്. ഈ ജില്ലയിൽ അനുദിനമായി വളർന്നു വന്ന ഓരോ പ്രശ്നങ്ങളും നിയമക്കുരുക്കളായി നമുക്ക് ഊരിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചു. എന്നാൽ കാണേണ്ടതുണ്ട്, ഈ പട്ടയമേള നടക്കുമ്പോൾ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ പരിഹരിച്ച് വിവിധങ്ങളായ തലങ്ങളിൽ പട്ടയം കൊടുക്കാൻ തടസ്സപ്പെട്ടിരുന്ന ഒക്കെ മാറ്റിയെടുത്തുകൊണ്ടാണ് ഈ പട്ടയമേള ഇന്ന് ഇടുക്കിയിൽ നടക്കുന്നത് എന്നുള്ളത് നാളിതുവരെ നടത്തിയ പട്ടയമേളയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയും. ഓരോ വിഷയങ്ങളും എടുത്ത് പരാമർശിച്ചു പോകാൻ സമയമില്ലെങ്കിൽ പോലും കാണേണ്ടതായിട്ടുള്ളത്, ഇന്ന് കേരളത്തിൽ ഇത്രത്തോളം പട്ടയം കൊടുക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഇതിനോടകമായി തന്നെ ഏകദേശം 43,613 പട്ടയങ്ങൾ കൊടുത്തിരുന്നു. ഇന്ന് വിതരണം ചെയ്യുന്ന പട്ടയങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ ഏകദേശം 5,077 പട്ടയങ്ങളാണ് ഇന്നേ ദിവസം ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ വെച്ചും തുടർന്ന് താലൂക്ക് എല്ലാ ഓഫീസിൽ വെച്ചും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൈവശം കിട്ടാനായി പോകുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 50,000-ഓളം അടുത്ത പട്ടയങ്ങൾ നമ്മുടെ ജില്ലയിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മാങ്കുളം മിച്ചഭൂമി 1974 തടസ്സപ്പെട്ടതാണ്. 974 മുതൽ തടസ്സപ്പെട്ട തടസ്സങ്ങൾ പരിഹരിച്ച് ഇന്ന് ഇവിടെ അതിൻ്റെ ഭാഗമായി പട്ടയ വിതരണം ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ കാലഘട്ടത്തെ നിയമ പോരാട്ടത്തിൻ്റെയും തടസ്സങ്ങളുടെയും അറുതി വരുത്തിയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ മാങ്കുളം മിച്ചഭൂമിയിലെ തുടങ്ങി നാളുകളായി പട്ടയം ലഭിക്കാത്ത ചിന്നക്കാൽ വില്ലേജിലെ ഉത്തമ ഉന്നതിയിലെ 238 കുടുംബങ്ങൾക്ക് ഇന്നുള്ള പട്ടയം കൊടുക്കാൻ കഴിയുന്നുണ്ട്. രാജീവ് ദശലക്ഷം പദ്ധതി ഹൗസിംഗ് ബോർഡ് ഭവന പദ്ധതിയുമായി നടപ്പിലാക്കിയ ഗുണഭോക്താക്കളിൽ നാളിതുവരെ ലഭിക്കാത്ത കഞ്ഞിക്കുഴി വില്ലേജിലെ കുടുംബങ്ങൾക്ക് ഇവിടെ വെച്ച് പട്ടയം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 64 ഭൂപതിവ് ചട്ടങ്ങളെ പ്രകാരവും പട്ടയം അനുവദിച്ചിട്ടുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഒട്ടേറെ ആൾക്കാർക്ക് തടസ്സപ്പെട്ട നടപടി നീങ്ങിയതിലൂടെ പട്ടയം കൊടുക്കാൻ കഴിയുന്നൊരു സ്ഥിതിയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഏലമല റിസർവ് ഭൂമിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 993 പദ്ധതിയിൽ ചട്ടങ്ങളെ പ്രകാരം പട്ടയം അനുവദിക്കുന്നതിനുള്ള തടസ്സം സംബന്ധിച്ച് സർക്കാർ തലത്തിൽ വ്യക്തത വരുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടേറെ മേഖലയിൽ പട്ടയ വിതരണം തുടങ്ങാനായിട്ട് സാധിക്കുന്നു. അതിന് പട്ടയ അപേക്ഷ മേടിക്കുന്നതിന് തീരുമാനമെടുത്തു. ഇപ്പോൾ വാത്തിക്കുടി വില്ലേജ് ഏലമെന്ന് ലാൻഡ് രജിസ്റ്ററിൽ എഴുതിയതിനാൽ പട്ടയം നിഷേധിക്കപ്പെട്ടവരായി മാറി. എന്നാൽ കാണേണ്ട കാര്യം, ഞങ്ങളത് സുദീർഘമായി ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ADM ഉൾപ്പെടെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തഹസിൽദാർമാരും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർ വരെയുള്ള മുഴുവൻ ആൾക്കാരും നമ്മുടെ ജില്ലയിൽ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ പൂർത്തിയാക്കി ഗവൺമെൻറ് തലത്തിൽ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ
സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഉന്നതതല യോഗം റവന്യൂ സെക്രട്ടറിയും ലോ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഉൾപ്പെടെ പങ്കെടുത്തു. അവിടെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ ചർച്ച ചെയ്തു. കാണേണ്ട കാര്യം 28,855 ഹെക്ടർ ഭൂമിയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പട്ടയ വിതരണത്തിന് വേണ്ടി ഇടുക്കിയിൽ നമുക്ക് ലഭ്യമാക്കിയ ഭൂമി. ആ ഭൂമിയുടെ അളവും കൊടുത്ത പട്ടയങ്ങളും എല്ലാം ടാലി ചെയ്തു. അപ്പോൾ വാത്തിക്കുടി വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏലമെന്ന് ലാൻഡ് രജിസ്റ്റർ എഴുതിയിട്ടുണ്ടെങ്കിലും 1999 ഹെക്ടർ ഭൂമി അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള 1984 ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ ആധാരത്തിൽ ആ വിഷയങ്ങൾ പരിഗണിക്കാനുണ്ടായത്. പുറമ്പോക്ക് ഭൂമി 1405 ഹെക്ടർ വരും. അങ്ങനെ നിലവിൽ നോക്കുമ്പോൾ 20,633 എന്ന ഫിഗറിലേക്ക് എത്താൻ സഹായകമാകുന്ന നില എടുത്തതുകൊണ്ട് തന്നെ ആ ഭൂമിയിൽ പട്ടയ അപേക്ഷകൾ സ്വീകരിക്കാനും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനമായതിലൂടെ കട്ടപ്പനത്തെ ഷോപ്പ് സൈറ്റിൻ്റെ കാര്യത്തിലും ഏലമെന്ന് ലാൻഡ് രജിസ്ട്രിയിൽ കണ്ടതുകൊണ്ട് നാളിതുവരെ പട്ടയം ലഭിക്കാതിരുന്ന മേഖലയിലും പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുവാനും അതോടൊപ്പം തന്നെ വിട്ടു നൽകപ്പെട്ട ഭൂമിയിൽ ഇനിയും അപേക്ഷകൾ കൊടുക്കാനും പട്ടയം കിട്ടാനും ഉണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുവാനും തീരുമാനമെടുത്തതോടുകൂടി മികഭൂരിപക്ഷം മേഖലയിലെയും പട്ടയം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണാൻ കഴിയുന്നത്. ചെറുതോണി ഗാന്ധിനഗർ ഉന്നതി പട്ടയത്തിന് വേണ്ടി കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു മേഖലയാണ്. ആ ഗാന്ധിനഗർ മേഖലയിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ഉത്തരവ് കൊടുത്ത് നടപടി ആരംഭിച്ചു എന്നും കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെ പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ പൈനാവിലെ പളികക്കുടി അവിടെയും നമുക്ക് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള തടസ്സം പരിഹരിച്ചു എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ പറയാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം ഓരോ വിഷയങ്ങളും ഞാൻ എടുത്ത് പറയുന്നില്ല. നമുക്ക് ഈ നിലയിൽ എല്ലാ മേഖലയിലും ദേവികുളം താലൂക്കിലെ വിഷയങ്ങൾ കുറ്റ്യാടി വാലി വിതരണത്തിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിൽ ഇനിയും ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പകരം ഭൂമി കണ്ടെത്തി പട്ടയം അനുവദിക്കുന്നതിനുള്ള തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാലങ്ങളായി നമുക്ക് ഉണ്ടായിരുന്ന KSCBയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചെങ്കളൻ ഡാം പദ്ധതി പ്രദേശം, കല്ലാർകുട്ടി ഡാം, പൊന്മുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിഷയങ്ങൾ 7 ചേരി പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ശേഷിച്ച 3 ചേരി പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയട്ടെ. ബഹുമാന്യനായ മണിയേശ്വരൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഇരട്ടിയാർ ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശത്ത് പട്ടയം കൊടുക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ തുടർച്ച എന്നവണ്ണം KSCBയുമായി ചർച്ചകൾ നമുക്ക് കുറേ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. കാഞ്ചിയാർ പഞ്ചായത്തിലെ തേക്ക് പ്ലാന്റേഷൻ അവിടെ പാറപ്പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സ്പഷ്ടീകരണം ആവശ്യമായിട്ട് വന്നിരുന്നു. അത് ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ട് തേക്ക് പ്ലാന്റേഷൻ്റെയും ആ കാഞ്ചിയാർ പാറപ്പുറമ്പോക്കിൻ്റെയും പട്ടയങ്ങൾ കൊടുക്കുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതോടൊപ്പം കുണ്ടള സാന്തോസ് ഉന്നതി KDH വില്ലേജിൽപ്പെട്ട ആയതുകൊണ്ട് 222 കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നമുണ്ട്. അത് ഗവൺമെൻറ് പരിഗണനയിലാണ്. പ്രിയപ്പെട്ട ശ്രീ രാജ MLA കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച റവന്യൂ മന്ത്രിയുമായും ഞങ്ങൾ കൂടിയാലോചിച്ച് അത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകി അതിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. അങ്ങനെ കാലങ്ങളായി നമുക്കുണ്ടായിരുന്ന ഒട്ടേറെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പട്ടയമേള നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ഒരു തടസ്സങ്ങളും ബാക്കിയില്ലാതെ പരമാവധി പട്ടയങ്ങൾ കൊടുക്കാനും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ പട്ടയമേള എത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാം, പട്ടയഭൂമിയിൽ നിലവിലുണ്ടായിരുന്ന ചട്ടവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനം അത് ക്രമവൽക്കരിക്കുന്നതിനാണ് 1960 ഭൂപതിവ് നിയമങ്ങൾ കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിർമ്മിച്ച എല്ലാ നിർമ്മിതികളും ഇനി ഔദ്യോഗികമായി മാറി ആർക്കും ദോഷമില്ലാതെ ആ നിർമ്മിതികൾ നമ്മുടെ സ്വന്തമെന്ന് ഇനി പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയ ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുന്നു. വരുന്ന ഒരാഴ്ചക്കകം വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി കൂടി ഈ ഗവൺമെൻറ് നൽകും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി നമ്മുടെ മേഖലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുകയാണ്. അസംബ്ലി മണ്ഡലം തിരിച്ചുള്ള റവന്യൂ അസംബ്ലി ബഹുമാന്യനായ സഹപ്രവർത്തകർ ശ്രീ K. രാജൻ റവന്യൂ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത ഒരു നല്ല തീരുമാനമായിരുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും റവന്യൂ അസംബ്ലികൾ ചേർന്ന് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഓരോ മൈന്യൂട്ട് ഇഷ്യൂസ് പോലും പരിഹരിച്ചുകൊണ്ടാണ് കേരളം ഒട്ടാകെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറി.
എല്ലാവർക്കും ഭൂമി എന്നുള്ള സങ്കല്പം അന്യമല്ല എന്നൊരു ബോധ്യം ജനങ്ങളിലെത്തി. ആ നിലയിൽ കരുതലോടുകൂടി മുന്നോട്ട് പോകുന്ന വികസന രംഗത്ത് ഒട്ടേറെ കാഴ്ചപ്പാടുകൾ, ആ നിലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ തോതിൽ പങ്കാളിത്തം വഹിച്ചൊരു സർക്കാരായി ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഈ വലിയ നേട്ടം നമ്മുടെ ജില്ലയിലും പൂർണ്ണമായും എല്ലാ വിഷയങ്ങൾക്കും അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീരാത്ത പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ നടപടികൾ തുടരും. എന്നാലും പൂർണ്ണമായി ആശ്വാസം ലഭിക്കുന്ന നിലയിലാണ് ഈ പട്ടയമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇത് പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ. ബഹുമാനായ മുഖ്യമന്ത്രിയെയും ബഹുമാനായ റവന്യൂ മന്ത്രിയെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ജില്ലാ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ കളക്ടർ, ADM, ഡെപ്യൂട്ടി കളക്ടർമാരും തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ, അനുബന്ധമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും നല്ല നിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ലവണ്ണം കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഈ നില വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചടങ്ങിൽ വെച്ച് ഇതിന് ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി തുടർന്നുള്ള പട്ടയങ്ങൾ മേളകൾ വെച്ച് നടത്തേണ്ടതായിട്ടില്ല. വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുന്നതനുസരിച്ച് അതാത് അസൈൻമെന്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പട്ടയം നേരിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ലഭ്യമാകുന്ന അത്രയും പട്ടയങ്ങൾ സമയബന്ധിതമായി കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മാറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പട്ടയം മേടിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ധന്യമായ നിമിഷമാണ്. ആ സന്തോഷത്തിൽ ഞാനും ഹൃദ്യമായി പങ്കെടുക്കുന്നു. നന്ദി, നമസ്കാരം.